അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഗെറ്റ് റിച്ച് സ്ലോ, വളരെ സാവധാനത്തിൽ 30-40 വർഷം കൊണ്ട് നമുക്ക് റിച്ച് ആവാം. ഗെറ്റ് റിച്ച് സ്മാർട്ട്, ഒരു 15-20 വർഷം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ റിച്ച് ആവാം. ഞാൻ പറഞ്ഞു ഗെറ്റ് റിച്ച് ഫാസ്റ്റ്, 2 to 5 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് റിച്ച് ആവാം, ഒരു ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യാം. അതിനുള്ളൊരു പ്രൊജക്റ്റ് ആണ് നിങ്ങൾ ഇന്നിവിടെ കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഈ പ്രൊജക്റ്റിലുള്ള ഇന്നോവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇന്നോവേഷന്റെ പ്രത്യേകത എന്താ? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനൊരു കോമ്പറ്റീറ്റർ ഉണ്ടാവില്ല. ശരിയല്ലേ? കോമ്പറ്റീറ്റർ ഉണ്ടാവില്ല. കോമ്പറ്റീറ്റർ ഇല്ലെങ്കിൽ എന്താ ഗുണം? വില നമുക്ക് നിശ്ചയിക്കാം, അതിന്റെ ക്വാളിറ്റി നമുക്ക് നിശ്ചയിക്കാം, അതിന്റെ ലാഭം നമുക്ക് നിശ്ചയിക്കാം. ഇവിടെ നമുക്ക് സ്വർണം വാങ്ങണം, കോമ്പറ്റീഷൻ ഉണ്ടോ? കല്യാണിൽ പോവും, ജോയൽക്കാസിൽ പോവും, മലബാർ ഗോൾഡിൽ പോവും, ഭീമയിൽ പോവും, എടുക്കണില്ലേ? വലിയൊരു നേര കോമ്പറ്റീഷൻ ഉണ്ട്. ഡ്രസ് എടുക്കാൻ പോണം, എവിടെ പോവും? ജയലക്ഷ്മി വേണോ, ശീമാട്ടി വേണോ, കല്യാൺ വേണോ? എടുക്കല്ലേ? വലിയൊരു പേര്. ഇനി അതൊന്നുമല്ല, നമുക്ക് സാധാരണ ബ്രാൻഡഡ് അല്ലാത്ത ഷോപ്പുകൾ ഇഷ്ടപോലെ എവിടെ പോകണം? ഓൺലൈനിൽ വാങ്ങണോ? എവിടെ കോമ്പറ്റീഷനാണ്. ഒരു ഷോപ്പിംഗ് മോളിൽ പോകണം, ഏത് മോളിൽ പോകണം? ഫോറം മോളിൽ പോകണോ, ഒബ്രൺ മോളിൽ പോകണോ, MG റോഡിലെ മോളിന്റെ പേരുന്ന സെൻട്രൽ മോളിൽ പോകണോ, ലുലു മോളിൽ പോകണോ? ഓപ്ഷൻസ് ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്. ഒരു സിനിമ കാണാൻ പോകണം, പൃഥ്വിരാജിന്റെ സിനിമ കാണണോ, മോഹൻലാലിന്റെ സിനിമ കാണണോ, മമ്മൂട്ടിയുടെ സിനിമ കാണണോ, ദിലീപിന്റെ സിനിമ കാണണോ? കോമ്പറ്റീഷൻ ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. എന്ത് കാര്യത്തിലും ഇല്ലാത്ത ഡോക്ടറെ കാണാൻ പോകണം, അവിടെ ഇല്ലേ? ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകണം, അവിടെ ഇല്ലേ ഓപ്ഷൻ? ഏത് മേഖലയിൽ പോയാലും നമുക്ക് ഇല്ലാത്ത, കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു മേഖലയില്ല. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നമുക്ക് ഒരു ഇന്നോവേഷൻ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് അവിടെ കാണിക്കാൻ പറ്റില്ല. ഒരു ഫ്ലാറ്റ് വാങ്ങണം, ഇല്ലേ? ഒരു ഹോട്ടലിൽ റൂമിൽ താമസിക്കണം, ഇല്ലേ? ഏത് മേഖലയിൽ നോക്കിയാലും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ കയ്യിലുള്ളൂ. ഇതിന്റെ പ്രത്യേകത, ഇതൊരു ടൂറിസം പ്രോജക്റ്റ് ആണ്. ഒന്നാമത് ഇതൊരു ടൂറിസം പ്രോജക്റ്റ് ആണ്. രണ്ടാമത് ഇതിലൊരു കൃഷിയുണ്ട്, അഗ്രികൾച്ചർ. മൂന്നാമത് ഇതിലൊരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് നിങ്ങൾ ഇന്നിവിടെ കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നത്. ടൂറിസം ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇത് മൂന്നും കൂടെ കൂടി ചേർന്നപ്പോ ഇവിടെ പുതിയൊരു ഇന്നോവേഷൻ, പുതിയൊരു പ്രൊജക്ട് രൂപപ്പെട്ടു. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട്, ഇതിന്റെ ഇന്നത്തെ വില എന്ന് പറയുന്നത് 85 lakhs, 85 ലക്ഷം രൂപയാണ് ഇതിന്റെ റേറ്റ്. ഈ 85 ലക്ഷം രൂപക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊജക്ട് വേറൊരാൾക്ക് പറയാൻ പറ്റുമോ? അപ്പുറത്തത് 60 കിട്ടാണ്ടല്ലോ എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇങ്ങനെ അഗ്രികൾച്ചറും റിയൽ എസ്റ്റേറ്റും ടൂറിസവും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള മൂന്നും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ് അറ്റ് പ്രസന്റ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. കേരളത്തിൽ അവൈലബിൾ അല്ല, ഇന്ത്യയിൽ അവൈലബിൾ അല്ല, വേൾഡിൽ അവൈലബിൾ അല്ല. നാളെ ചിലപ്പോൾ വരുമായിരിക്കും, കോപ്പി അടിക്കുമായിരിക്കും. എന്താ തുടക്കത്തിലൂടെ BPL-ഉം എസ്കോട്ടലും മാത്രമേ മൊബൈൽ ഫോൺ കമ്പനികളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. BPL, എസ്കോട്ടൽ. ഞാൻ 96-98 കാര്യം പറയുന്നത്. പിന്നെ നമുക്കിവിടെ ഒരുപാട് കമ്പനികൾ വന്നില്ലേ? BSNL ഉൾപ്പെടെ എയർടെൽ വന്നു, പിന്നെ പേരുകൾ മാറിയും മൾട്ടിനാഷണൽ കമ്പനികൾ വന്നു, വോഡാഫോണും ഐഡിയയും അങ്ങനെ പല പല കമ്പനികൾ വന്നു, ടാറ്റ ഡോകോമോ വന്നു, പലത് നിർത്തിപ്പോയി, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ തുടക്കത്തിൽ 1-2 ഉണ്ടായിരുന്നു. പക്ഷെ ഭാവിയിൽ മേ ബി വന്നേക്കാം. എന്തായാലും നിലവിൽ അങ്ങനൊന്നുമില്ല, ഇന്നലകളിലും ഇല്ല, ഇന്നുമില്ല, നാളെ ചിലപ്പോ വന്നേക്കാം. പക്ഷെ ഇന്ന് ഈ ഒരു ഇന്നോവേഷൻ, ഈ ഒരു മോണോപ്പൊളി പ്രോഡക്റ്റ്, പ്രൈസ് നമുക്ക് നിശ്ചയിക്കാവുന്ന, ക്വാളിറ്റി നമുക്ക് നിശ്ചയിക്കാവുന്ന, ഓപ്ഷൻസ് നമുക്ക് നിശ്ചയിക്കാവുന്ന, ലാഭം നമുക്ക് നിശ്ചയിക്കാവുന്ന ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഇന്ന് നമ്മുടെ കയ്യിലേ ഉള്ളൂ. ആ ഒരു പ്രോജക്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഗെറ്റ് റിച്ച് ഫാസ്റ്റ്, പെട്ടെന്ന് 2 to 5 ഇയറിനുള്ളിൽ. ആരും തെറ്റിദ്ധരിക്കേണ്ട, 2 to 5 ഇയർ ആണ് കേട്ടോ. 2 to 5 വീക്സ് അല്ല, 2 to 5 ഡേയ്സ് അല്ല, 2 to 5 മന്ത്സ് അല്ല, 2 to 5 ഇയർ. ഈ ഒരു പ്രൊജക്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇത്ര സമയം മതി നിങ്ങൾക്ക് റിച്ച് ആവാൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും 2 to 5 ഇയർ, ഓ ഇനി എത്രയോ സമയമുണ്ട്.
എത്രയോ 2 to 5 ഇയർ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി. എത്രയോ അല്ലെ, മൾട്ടിപ്പിൾസ് ഓഫ് 2 to 5 ഇയർ നമ്മളെല്ലാവരും ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാ പിന്നെ ഈ ഒരു 2 to 5 ഇയർ കൂടെ നമുക്ക് നോക്കിക്കൂടെ? ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ആദ്യമായിട്ട് കണ്ട ആൾക്കാർക്ക് കൈയടിച്ചു. ഞാനിവിടെ കോടികൾ ഉണ്ടാക്കുന്ന കാര്യമാണ്, ഇരുന്ന് ഉറങ്ങണം. വേണമെങ്കിൽ മോൻ കഴിയിട്ട് പോലെ എന്നാ കണ്ടുറന്നിരിക്കോ? ഉറപ്പല്ലേ? ശരി. ഈ പ്രൊജക്ടിനെ കുറിച്ച് ചുരുക്കി പറയണം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത ആൾ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പൊ ഇതൊരു ടൂറിസവും അഗ്രികൾച്ചറും റിയൽ എസ്റ്റേറ്റും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള പ്രോജക്റ്റ് ആണ്. ഞാൻ അതിന്റെ ഇടയിൽ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, സോറി. ഒന്ന് പറയാം, എന്റെ പേര് ശ്രദ്ധിച്ചാ എന്താ? ഓ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? ശരി. അപ്പൊ എന്റെ പേര് നിസാർ അബൂബക്കർ എന്നാണ്. സ്ഥലം കാക്കനാട്, കൊച്ചിയാണ്. ഈ കമ്പനിയുടെ ജസ്പേഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനാണ്. ബ്രദർ MD. കുറച്ച് കഴിയുമ്പോ കാണാം. ഇനിയിപ്പോ എന്നെ കണ്ടിട്ട് അങ്ങോട്ട് നേരത്തെ ഒരു ഇൻവൈറ്റ് ചെയ്തപ്പോ ഭയങ്കര ഹൈപ്പിട്ടൊക്കെ എന്നെ ഇൻവൈറ്റ് ചെയ്തല്ലേ, ബ്രെയിൻ ഓഫ് ജസ്പേഡ് വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അവസാനം വന്നു നോക്കിയപ്പോ ഇത്രയേ ഉള്ളൂ. വിഷമിക്കണ്ട. ഇനി കാണാൻ പോണാണ്. കുറച്ച് കഴിയുമ്പോ ബ്രദർ വരും, MD വരും. അത് കുറച്ചും കൂടെ ഹൈറ്റും വെയിറ്റും ഇച്ചിരി ലുക്കൊക്കെ എന്തെങ്കിലും കൂടുതലുണ്ട്, കുറച്ചുള്ളൂ. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്ക, ആളെന്റെ അനിയനല്ല, ചേട്ടനാണ്. കണ്ട അനിയനെന്ന് തോന്നും, കാരണം എനിക്ക് താടി മീശിക്കുള്ളൂ, പുള്ളിക്ക് അതൊന്നുമില്ല. അപ്പൊ തെറ്റിദ്ധരിക്കരുതിട്ടാല് ഞാനാണ് അനിയൻ, വരാൻ പോണാള് ചേട്ടനാണ്. അപ്പൊ ആള് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, ഒരു പൊട്ടിയുള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല, നല്ലത് മതിയല്ലോ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ഈ പ്രോജക്റ്റിനെ കുറിച്ചാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്ട് നമ്മൾ വയനാട്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വയനാടിന്റെ പ്രത്യേകത എന്താ? കേരളത്തിന്റെ സ്വന്തം നാടിനൊക്കെ നമ്മൾ പറയും. ആ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രകൃതി രമണീയമായിട്ടുള്ള ഭൂപ്രകൃതി കൊണ്ടും അവിടുത്തെ മണ്ണിന്റെ ഒക്കെ പ്രത്യേകത കൊണ്ടും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വയനാട്. അപ്പൊ ആ വയനാട് ജില്ലയിൽ 1400 ഏക്കർ സ്ഥലം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലാണ് നമ്മളിപ്പോ അഗ്രികൾച്ചർ, ടൂറിസവും റിയൽ എസ്റ്റേറ്റ് എല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 2 വർഷം ആയിട്ടില്ല, ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഈ ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്തിട്ട്. ഇപ്പൊ അനൗൺസ് ചെയ്ത് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു 1500-ലധികം ക്ലയൻസിനെ, കസ്റ്റമേഴ്സിനെ നമുക്ക് ഇതിൽ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള 1500-ലധികം കസ്റ്റമേഴ്സിനെ. പഴയ ആൾക്കാർ വേണമെങ്കിൽ ഒന്ന് കൈയടിച്ചു. പുതിയ ആൾക്കാർക്ക് അറിയില്ല, നിങ്ങളോട് കൈയടിക്കണ്ടെന്ന് പറഞ്ഞില്ല. കുറച്ച് കഴിയുമ്പോൾ 2 കൂട്ടരും കൂടെ ഒരുമിച്ച് കൈയടിക്കാനുള്ള ചാൻസ് കൂടെ തരാം ഞാൻ അവിടെ നിന്ന് പോണ സമയത്ത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊജക്ട് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതില് ഇപ്പൊ റണ്ണിങ്ങിലുള്ള ഒരു പ്രൊജക്ടിനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഒരു അറൌണ്ട് ഒരു 5 ഏക്കർ സ്ഥലം. ആ 5 ഏക്കർ സ്ഥലത്തിന് ഒരു 5 സെന്റ് വീതമുള്ള പ്ലോട്ടുകളാക്കി തിരിച്ച് എല്ലാ പ്ലോട്ടുകളിലേക്കും കാറും ലോറിയൊക്കെ പോകുന്ന രീതിയിലുള്ള റോഡൊക്കെ ഉണ്ടാക്കി ഒരു കോമ്പൗണ്ട് ആക്കി തിരിച്ച് അതിലൊരു ചന്ദന കാടാക്കി മാറ്റാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദനത്തിന്റെ ഒരു കാട്, സാൻഡൽവുഡ് ഫോറസ്റ്റ്, ചന്ദനക്കാട്. ഈ കാട്ടിനുള്ളിൽ ഈ ഓരോ 5 സെന്റിനകത്തും ഒരു 570 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു ഗുഹ, ഒരു കേവ് മാതൃകയിലുള്ള ഒരു റിസോർട്ട് കോട്ടേജ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇത് റിസോർട്ട് പ്രോജക്റ്റ് ആണ്, അതിലൊരു കേവ് പണിതുകൊണ്ടിരിക്കുകയാണ്. ആ ഏകദേശം ഒരു 108 കേവ്സ് ആണ്, റൂംസ് ആണ് ഇതിന്റെ അകത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ റൂമിന്റെ അകത്തും, അതായത് ഓരോ 5 സെന്റിലും ഓരോ 570 സ്ക്വയർ ഫീറ്റില് ഒരു 4 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് ഒരു മാസ്റ്റർ ബെഡ്റൂം, ഒരു കിഡ്സിനുള്ള ബെഡ് സ്പേസ്, നല്ലൊരു മോഡേൺ ടോയ്ലറ്റ്, റെഫ്രിജറേറ്റർ, AC ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും. ഇതിനെല്ലാത്തിനും പുറമെ അട്രാക്റ്റീവ് ആയിട്ട് എടുത്ത് പറയാവുന്നത് റൂമിനകത്ത് തന്നെ പുറത്തുനിന്ന് നോക്കിയാൽ ആരും കാണാത്ത രീതിയിലുള്ള കവേർഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് പൂള്, സ്വിമ്മിംഗ് പൂള് തന്നെ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഒരു വെള്ളച്ചാട്ടവും സെറ്റ് ചെയ്തിട്ടുണ്ട്, വാട്ടർഫോൾസും ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു പ്രൊജക്ട്, ഒരു കോട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ 570 സ്ക്വയർ ഫീറ്റ് ഏരിയ കൺസ്ട്രക്ഷനും കേവ് ഡിസൈൻ, അതുകൂടാതെ 5 സെന്റ് സ്ഥലത്ത് ഒരു 16 ചന്ദന മരങ്ങളും ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ ഏകദേശം പിക്ചർ കിട്ടിയിട്ടുണ്ട്, നമ്മൾ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 5 സെന്റ് സ്ഥലം, 570 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 4 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള റൂമിന്റെ അകത്ത് സ്വിമ്മിംഗ് പൂളും വാട്ടർഫോൾസും ഉള്ള ഒരു
കോട്ടേജ്, ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള കോട്ടേജ്, പ്ലസ് 16 ചന്ദനമരം. അപ്പൊ ഇതിൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 3 രീതിയിലാണ് നമുക്ക് ഇതിൽ ബെനിഫിറ്റ് കിട്ടുക. ഒന്നാമതായിട്ട് ഇതിൽ കിട്ടുന്ന ടൂറിസം ഇൻകം. ഞാൻ പറഞ്ഞില്ലേ, ടൂറിസം ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതിൽ ടൂറിസം ഇൻകം എന്ന് പറയുന്നത് ഈ കേവ്സ് അവിടെ പണിതുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന 3 വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡിസംബർ 31 ആകുമ്പോഴേക്കും 32 പണി ഫിനിഷ് കംപ്ലീറ്റ്, വർക്ക് കംപ്ലീറ്റ്. അപ്പൊ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ ഡിസംബർ 31 കഴിഞ്ഞ് ജനുവരി 1 മുതൽ ഇത് വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ വാടക വരുമാനം കിട്ടിത്തുടങ്ങും, റെന്റൽ ഇൻകം കിട്ടിത്തുടങ്ങും. ഈ പ്രോജക്ട് കംപ്ലീറ്റ് ആവാൻ 2026 ലാസ്റ്റ് ആവും. ഫുൾ എല്ലാ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആവാനായിട്ട് 2026 ലാസ്റ്റ് ആവും. പക്ഷെ 2026 ജനുവരി മുതൽ ചെറിയ രീതിയിലുള്ള ഇൻകങ്ങൾ കിട്ടിത്തുടങ്ങും. അത് നമ്മൾ റെന്റിന് കൊടുക്കുന്നത് 20,000 രൂപ മുതൽ ഒരു 50,000 രൂപ വരെയാണ് സീസൺ ഓഫ് സീസൺ അനുസരിച്ച് നമ്മൾ പെർ ഡേ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു ലക്ഷറി ഇഷ്ടപ്പെടുന്ന അത്തരത്തിലുള്ള ടൂറിസ്റ്റുകളാണ് നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഫോറിനേഴ്സ് ആണെങ്കിലും നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ആ ഒരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഗസ്റ്റുകളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി മൂന്നാറില് പറക്കാട് റിസോർട്ട് എന്ന് പറയുന്ന ഒരു 5 സ്റ്റാർ റിസോർട്ട് ഉണ്ട്. അവിടെ നമുക്ക് ഇതുപോലെ സാധാ റൂമിന്റെ അവരുടെ സ്വിമ്മിംഗ് പൂളിലുള്ള റൂംസ് ഉണ്ട്. അതിന് ഓഫ് സീസണിലെ റേറ്റ് 40,000 രൂപയുടെ പെർ ഡേ. എന്നിട്ടും അവിടെ ബുക്കിംഗ് ടൈറ്റ് ആണ്, കിട്ടാനില്ല. അതുപോലെ തന്നെ നമുക്ക് അറിയാം, കൊച്ചിയിലെ 5 സ്റ്റാർ ഹോട്ടലാണ് ഹയാത്ത്. അവിടെ നമുക്ക് ഇതുപോലെ സ്വിമ്മിംഗ് പൂളിലുള്ള റൂമുണ്ട്. പെർ ഡേ 1.5 ലക്ഷം രൂപ വരെ ചാർജുള്ള റൂമും അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കൊടുക്കുന്ന 20,000 മുതൽ 50,000 വരെ എന്ന് പറയുന്നത് കുറഞ്ഞ റേറ്റ് ആണ്. അത് കൂടിയ റേറ്റ് തെറ്റിദ്ധരിക്കണ്ടെന്ന് വെച്ചാൽ പറഞ്ഞതാണ്. ഒരു 20,000 രൂപ പെർ ഡേ റെന്റിന് കൊടുക്കുന്ന ഈ ഒരു കോട്ടേജിന് നമുക്കൊരു മാസം ഒരു 10 ദിവസം റെന്റിന് പോയാൽ പോലും നമുക്കൊരു 2 ലക്ഷം രൂപ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം. ഒരു 15 ദിവസം പോയി കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ വരുമാനം കിട്ടാം. അപ്പൊ എത്രയാണോ അവിടെ കിട്ടുന്ന വാടക, അതാണ് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ ബെനിഫിറ്റ്. ഇനി 30 ദിവസം വാടക പോയി കഴിഞ്ഞാൽ 6 ലക്ഷം രൂപ വരെ വരുമാനം കിട്ടാം. എത്രയാണ് കിട്ടുന്നത് അത്രയും. അപ്പോ ഒന്നാമത്തെ ഇൻകം റെന്റൽ ഇൻകം, ടൂറിസം ഇൻകം, റെന്റൽ ഇൻകം, വാടക ഇനത്തിൽ കിട്ടുന്ന വരുമാനം. രണ്ടാമത്തെ ഒരു ഇൻകം എന്ന് പറയുന്നത് ഇതിലൂടെ ഈ പ്രോപ്പർട്ടിയിൽ അത് നമ്മൾ 16 ചന്ദനമരം ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ഈ 16 ചന്ദനമരം മുറിച്ചു വെക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 4-5 കോടി രൂപ നമുക്ക് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടും. ഒരു 10-15 വർഷത്തിന്റെ ഇടയിൽ കിട്ടുന്ന ഒരു വരുമാനം. അതൊരു അഗ്രികൾച്ചർ ഇൻകം ആണ്. അപ്പോൾ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഇനി മൂന്നാമത്തെ ഒരു ഇൻകം ആണ് ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രോപ്പർട്ടിയുടെ വാല്യൂ, ഭൂമിയുടെ വാല്യൂ, അല്ലെങ്കിൽ ഈ ഒരു കോട്ടേജ് ഇരിക്കുന്ന 5 സെന്റ് സ്ഥലം ഇരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ, അതായത് ആരാണോ ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നത് ആ പർച്ചേസ് ചെയ്യുന്ന ആളുടെ പേരിലാണ് ഈ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഈ 5 സെന്റ് സ്ഥലവും ഈ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ചെയ്ത ആധാരം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് ഇതിന്റെ ഉടമസ്ഥൻ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന അടുത്തൊരു ബെനിഫിറ്റ് ആണ് ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാലോ, റിയൽ എസ്റ്റേറ്റ് നമുക്ക് ഏറ്റവും ഗ്യാരണ്ടി ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് ഭൂമിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, അല്ലെ? ഭൂമി വാങ്ങിയിട്ട് ഒരിക്കലും അങ്ങനെ ആർക്കും നഷ്ടം വന്നതായിട്ട് കേൾവിയില്ല. കുറച്ച് നാള് കൊടുക്കാതിട്ടാലും പിന്നീട് അത് ഇരട്ടി വിലക്കോ 4 ഇരട്ടി വിലക്കോ വിറ്റ് പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരിൽ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തുന്നത്. 6 മാസം മുമ്പ് നമ്മൾ ഈ പ്രൊജക്ട് അനൗൺസ് ചെയ്തു. തറക്കല്ലിടുന്ന ദിവസം ഈ പ്രൊജക്ട് നമ്മൾ വിറ്റത് 45 ലക്ഷം രൂപ. 45 ലക്ഷം രൂപക്ക്. ഇപ്പൊ തൊട്ടുമ്പിന്റെ വില എത്ര പറഞ്ഞേ? 85 lakhs. ഇപ്പൊ വിറ്റുകൊണ്ടിരുന്ന 85 lakhs. ഡിസംബർ ലാസ്റ്റ് ജനുവരിയോട് കൂടിയിട്ട് 1 കോടി രൂപയുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ. അപ്പൊ 6 മാസം മുമ്പ് 45 ലക്ഷം രൂപക്ക് വിറ്റ ഈ പ്രോപ്പർട്ടി പണിയൊക്കെ തുടങ്ങി കുറച്ചൊന്ന് മൂവ് ചെയ്തപ്പോ നമ്മളവിടെ വില 50 ലക്ഷമാക്കി. പതുക്കെ 55 ലക്ഷമാക്കി, 60 ലക്ഷമാക്കി, 75 ലക്ഷമാക്കി. 11-ാം തീയതി 3ാമത്തെ വർക്ക് ഫിനിഷ് ചെയ്ത കോട്ടേജിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. ഫിലിം സ്റ്റാർ ഗായത്രി സുരേഷ്, അല്ലെ? തൃശ്ശൂർക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ജമുനാപ്യാരി എന്ന് പറഞ്ഞ സിനിമയിലെ കുഞ്ചാക്കോ ബോബന്റെ നായിക. ആ പെൺകുട്ടി 3ാമത്തെ കോട്ടേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 2ാമത്തെ കോട്ടേജ് ഉദ്ഘാടനം ചെയ്തത് ദൃശ്യം സിനിമയിലെ മോഹൻലാലിന്റെ മോളെ അഭിനയിച്ചില്ലേ, അൻസിബ.
അതിനു മുമ്പ് ഒന്നാമത്തെ കോട്ടേജ് ഉദ്ഘാടനം ചെയ്തത് സരയു എന്നുള്ള തടിയുണ്ട്. അപ്പൊ അങ്ങനെ 3 ഉദ്ഘാടനങ്ങളും ഓൾറെഡി കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ആർക്ക് വന്നാലും അവിടെ സംഭവം കാണാം. പക്ഷെ തറക്കല്ലിടുന്ന ദിവസം 6 മാസങ്ങൾക്ക് മുമ്പ് തറക്കല്ലിടുന്ന ദിവസം അവിടെ കാട് പിടിച്ചൊരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സ്ഥലം കണ്ടിട്ട് അന്ന് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ 45 ലക്ഷം കൊടുത്ത്. പക്ഷെ ഇന്ന് നിങ്ങൾ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ അവിടെ കാണുന്നത് പണി തീർന്ന 3 എണ്ണം, ഇപ്പൊ താമസിക്കാവുന്ന രീതിയിൽ റെഡിയായി കിടക്കുന്ന, സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുളിക്കാവുന്ന രീതിയിൽ കിടക്കുന്ന 3 എണ്ണം ഉണ്ട്. അത് കൂടാതെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന 12 എണ്ണം ഉണ്ട്. പണി തുടങ്ങി വെച്ചിട്ടുള്ള ബാക്കി 32 എണ്ണത്തിൽ ബാക്കിയുണ്ട്. അപ്പൊ പിന്നെ ആ വിലക്ക് കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ. ഓക്കെ, ഇപ്പൊ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വില 85 ലക്ഷം രൂപ. അപ്പൊ 45 ലക്ഷത്തിൽ നിന്ന് വെറും 6 മാസത്തിനുള്ളിൽ 85 ലക്ഷത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഏകദേശം 100% ഗ്രോത്ത് പ്രോപ്പർട്ടി വാല്യൂല് മാത്രം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കയ്യിൽ 4 എണ്ണം ആ സമയത്ത് ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൽ ചിലര് 70 ലക്ഷത്തിനും 65 ലക്ഷത്തിനും ഒക്കെ മറിച്ചു വിട്ടിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ. അപ്പൊ അവിടെ നടന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ 3 ഇൻകങ്ങൾ ഏതൊക്കെയാ? ഒന്ന് ടൂറിസം ഇൻകം, നിങ്ങൾക്ക് കിട്ടുന്ന റെന്റൽ ഇൻകം. രണ്ടാമത്തത് അഗ്രികൾച്ചർ ഇൻകം, ആ പ്രോപ്പർട്ടിയിലുള്ള ചന്ദനമരം മുറിച്ചു വെക്കുമ്പോൾ 10 മുതൽ 15 വർഷത്തിനുള്ളിൽ കിട്ടുന്ന ഇൻകം. മൂന്നാമത്തെ ഇൻകം, പ്രോപ്പർട്ടിയുടെ വാല്യൂ നിങ്ങൾക്ക് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി 85 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോ നിങ്ങളുടെ വില കൂടുതലാണല്ലോ, എനിക്ക് അപ്പുറത്ത് 70 കിട്ടാനുണ്ട്, 60 കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് സമാനമായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടോ നമുക്ക്? ഇതുപോലെ അഗ്രികൾച്ചർ ഇൻകം, ഇതുപോലെ അതും അഗ്രികൾച്ചറിൽ ഏതാ? ചന്ദനം. വേറെ മറ്റേ തേക്കോ മാവോ പ്ലാവോ എന്നല്ല, ചന്ദനം. അപ്പൊ ചന്ദനം കൃഷി ചെയ്യുന്ന 5 സെന്റ് ഭൂമി നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്തു തരുന്ന 4 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു കേവ് മോഡൽ റിസോർട്ട് കോട്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടി അത് നമ്മളെ കയ്യിലുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 3 to 5 ഇയറിനുള്ളിൽ നിങ്ങൾ 85 ലാക്സിന് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്താലും ഈ ഒരാൾ കോടികളുടെ കാര്യം പറയുമ്പോൾ ഞാൻ എന്തൊക്കെ പറയുന്നത്, കോടികൾ ഉണ്ടാക്കുന്ന കാര്യം. അപ്പൊ 85 ലാക്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങിയാലും നിങ്ങൾക്കിത് 3 to 5 ഇയറിനുള്ളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഫുള്ളായിട്ട് റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ വാടക ഇനത്തിൽ മാത്രം ഉണ്ടാവും. റെന്റിൽ നിന്ന് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഫുള്ളായിട്ട് കിട്ടുന്നു. ബാക്കി കിട്ടുന്ന ചന്ദനമരം മുറിച്ചു വെക്കുമ്പോൾ കിട്ടുന്ന പൈസയും പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുന്നതും ഈ 3 മുതൽ 5 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് കംപ്ലീറ്റ് റിട്ടേൺ കിട്ടിയാലും പിന്നീട് അങ്ങോട്ട് ലൈഫ് ലോങ് അല്ലെങ്കിൽ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഇപ്പൊ നിങ്ങളുടെ കാലങ്ങളിൽ നിങ്ങൾ മക്കളുടെ മക്കൾക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെഗസിയും കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു ഇന്നോവേഷനാണ് നമ്മുടെ ഒരു പ്രൊജക്റ്റിലുള്ളത്. അപ്പൊ ഇത്രയും ഇത് ചെറിയൊരു ബ്രീഫാണ് ഞാൻ തന്നത്, വളരെ ചെറിയൊരു ക്യാപ്സൂളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ കുറച്ച് പൊക്കവും മണ്ണും ഉള്ള താടി മീശയില്ലാത്ത എന്റെ ബ്രദർ എന്നെ വന്നിട്ട് MD പറഞ്ഞു തരും. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ചുരുക്കാണ്. ബാക്കി കാര്യങ്ങളൊക്കെ സെഷൻ കഴിഞ്ഞതിന് ശേഷം MD സംസാരിക്കുന്നുണ്ടാവും, നമ്മുടെ ഇവിടുത്തെ സീനിയർ ഓഫീസേഴ്സ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലഞ്ചിന് ശേഷം നമുക്ക് പേഴ്സണലി ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്കുള്ള എന്ത് കൺസേൺ ആണോ, നിങ്ങൾക്കുള്ള എന്ത് സംശയങ്ങളാണോ, എന്താണ് നിങ്ങൾക്ക് കൂടുതൽ അറിയാനുള്ളത്, അതെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം പോലും നിങ്ങളുടെ ഇതിന്റെ അകത്ത് ഇല്ലാത്ത രീതിയിൽ വേണം നിങ്ങൾ ഇവിടെ പോകാനായിട്ട്. അത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളതും എന്താണെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങളുടെ തലയിൽ ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ഓക്കെ, ഇപ്പൊ എന്തായാലും ഇത്രയും നേരം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3/4 മണിക്കൂർ സമയം എന്നെ ശ്രമിച്ച 1-2 പേരൊക്കെ ഉറങ്ങിയുള്ളൂങ്കിലും ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങാതിരുന്ന് എന്നെ ശ്രമിച്ച എല്ലാവർക്കും എന്റെ സന്തോഷവും ആശംസകളും എല്ലാം അറിയിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം വൺസ് അഗൈൻ റിപ്പീറ്റിംഗ്, ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. Yes, thank you, the great chairman. Yes.